കാർഷിക വാർത്തകൾ. വില സമ്മർദ്ദത്തിൽ റബ്ബർ. ആഭ്യന്തര വിലയിൽ വർധനയില്ല, ഏലം വിലയിലും കാര്യമായ വ്യത്യാസമില്ല. ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നെങ്കിലും അവധി വ്യാപാര രംഗത്ത് നിലനിന്ന വിൽപ്പന സമ്മർദ്ദം തുടരുകയാണ്. ഇവിടെ ഷീറ്റ് വില 21,011 രൂപയായി കയറിയെങ്കിലും ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ ആഭ്യന്തര നിരക്ക് ഉയർത്തിയില്ല. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് 19,000 രൂപയിലും 5ാം ഗ്രേഡ് 18,500 രൂപയിലും സ്റ്റഡിയാണ്. അതേസമയം മഴ മൂലം ടാപ്പിംഗിനെ നേരിട്ട തടസ്സം മുൻനിർത്തി വ്യവസായികൾ ലാറ്റക്സ് വില 11,600 രൂപയായി ഉയർത്തി. അഗർത്തല വിപണിയിൽ 4ാം ഗ്രേഡ് കിലോ 152 രൂപയിലും 5ാം ഗ്രേഡ് 179 രൂപയിലും വ്യാപാരം നടന്നു. ഫോറക്സ് മാർക്കറ്റിൽ ഡോളറിന് മുന്നിൽ യെന്നിന്റെ മൂല്യ തകർച്ച നേട്ടമാക്കി മാറ്റാൻ ജപ്പാനീസ് മാർക്കറ്റിൽ റബ്ബറിനായില്ല. യെന്നിന്റെ മൂല്യം 153.43 ഇടിഞ്ഞിട്ടും ഉൽപ്പന്നവില താഴ്ന്നത് സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിന് തിരിച്ചടി സൃഷ്ടിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ഉൽപ്പന്നവിലയിൽ കാര്യമായ വില വ്യതിയാനം ദൃശ്യമായില്ല. ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതിക്കാരും രംഗത്തുണ്ടായിരുന്നിട്ടും ശരാശരി ഇനങ്ങൾ കിലോ 2,890 രൂപയിലും മികച്ച ഇനങ്ങൾ 3,373 രൂപയിലും കൈമാറ്റം നടന്നു. മൊത്തം 42,290 കിലോഗ്രാം ഏലക്കയുടെ ലേലം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കാപ്പി അനുദിനം വില ഉയരുകയാണ്. പ്രധാന ഉൽപാദന രാജ്യങ്ങളിൽ വിളവ് കുറയുന്നതായി റിപ്പോർട്ട്. ആഗോള കാപ്പി ഉൽപാദനം ചുരുങ്ങുമെന്ന വിലയിരുത്തൽ വിലക്കയറ്റം ശക്തമാക്കുന്നു. 1977 ശേഷമുള്ള ഏറ്റവും ആകർഷകമായ വിലയിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കാപ്പിയുടെ ഇടപാട് നടക്കുന്നത്. മുഖ്യ ഉൽപാദന രാജ്യങ്ങളായ കൊളംബിയ, ബ്രസീൽ എന്നിവിടങ്ങളിൽ കാപ്പി വിളവ് ചുരുങ്ങുമെന്നത് മുൻകൂർ വ്യാപാരങ്ങൾക്ക് ഇടപാടുകാർ മത്സരിച്ചു. ഇതിനിടയിൽ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്നും പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങി. വെയിലിന്റെ അഭാവം മൂലം വേണ്ടത്ര ഉണക്ക് ലഭിക്കാത്ത ചരക്കാണ് പല വിപണികളിൽ വിൽപ്പനയ്ക്ക് വന്നത്. കിലോ 400 മുതൽ 410 രൂപയിൽ വ്യാപാരം നടന്നു. തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായാൽ കാപ്പി വിളവെടുപ്പ് ഊർജിതമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. തേയിലയുടെ ആഭ്യന്തര വിലക്കയറ്റം രൂക്ഷമാകുന്നു. 20% വിലയിൽ വർധന രേഖപ്പെടുത്തിയത്. രാജ്യത്ത് കനത്ത ഉൽപാദനയിടിവാണ് രേഖപ്പെടുത്തുന്നത്. ദക്ഷിണേന്ത്യൻ മേഖലയേക്കാൾ ഇടിവ് ഉത്തരേന്ത്യയിലാണ്. നടപ്പ് വർഷം 20% വിലയിൽ വർധനയുണ്ടായത്. ഉൽപാദനം ചുരുങ്ങിയതിനാൽ അടുത്ത വർഷം ആദ്യപാദത്തിലും വിലയിൽ കുറവുണ്ടാകില്ല. ഉത്തരേന്ത്യയിൽ ജൂൺ മുതൽ 4 മാസക്കാലയളവിലാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. UAE, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഉയർന്ന ഡിമാൻഡാണുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യൻ തേയില കയറ്റുമതി അളവിൽ 8.67% മൂല്യത്തിൽ 13.18% വർധനയുണ്ടായി. ക്രിസ്തുമസ്, ന്യൂഇയർ ഡിമാൻഡും കണക്കിലെടുത്താൽ മുന്നിലുള്ള ആഴ്ചകളിലും ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും വിവിധ ലേല കേന്ദ്രങ്ങളിൽ തേയിലയ്ക്കുള്ള ഡിമാൻഡ് ഉയർന്ന തലത്തിൽ തുടരാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ആഗ്രോ കെമിക്കൽ മേഖല അടുത്ത സാമ്പത്തിക വർഷം ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് ക്രിസിൽ. 79% വളർച്ചയാണ് ക്രിസിൽ പ്രവചിച്ചിരിക്കുന്നത്. സ്ഥിരമായ ആഭ്യന്തര ഡിമാൻഡ്, കയറ്റുമതി അളവ് വീണ്ടെടുക്കൽ എന്നിവയാണ് അഗ്രോകെമിക്കൽ മേഖലയ്ക്ക് ശക്തി പകരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 5 മുതൽ 6% വളർച്ച നേടിയിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ മേഖല 7 മുതൽ 9% വളർച്ച കൈവരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ക്രിസിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കയറ്റുമതി മേഖലയിൽ നിന്നാണ് വരുമാനം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ നിന്നും ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതും വരും വർഷത്തോടെ കുറയുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോവിഡിന് മുൻപുള്ള വളർച്ചയിലേക്കെത്താൻ ഇനിയും കാലതാമസമെടുക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ മേഖലയുടെ മൊത്തം വരുമാനമായ ഏകദേശം 82,000 കോടി രൂപയായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. വിപണിയിലെത്തുന്ന സോയാബീൻ അളവിൽ 15% ഇടിവ്. കർഷകർ മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാത്തതാണ് കാരണം. 2024-25 എണ്ണവർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളായ ഒക്ടോബറിലും നവംബറിലും സോയാബീന്റെ വിപണി വരവ് ഏകദേശം 15% കുറഞ്ഞു. കർഷകരുടെ ഇടപെടലാണ് വിപണിയിലേക്ക് ചരക്കെത്തുന്നതിൽ ഇടിവുണ്ടാകാൻ കാരണം. ഈ വിളവെടുപ്പ് സീസണിൽ സോയാബീന്റെ വില കുറവാണ്. അടിസ്ഥാന താങ്ങുവില നിരക്കായ കിൻഡലിന് 4,892 രൂപയ്ക്ക് താഴെയാണ് വ്യാപാരം. നിലവിൽ വില ഏകദേശം 4,200 രൂപയ്ക്ക് മുകളിലാണ്. കഴിഞ്ഞ വർഷത്തെ 118.74 ലക്ഷം ടണ്ണിൽ നിന്ന് ഈ വർഷം സോയാബീൻ ഉൽപാദനം 125.82 ലക്ഷം ടണ്ണായി ഉയർന്നതായി കണക്കാക്കപ്പെടുന്നു. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്നുള്ള സോയാമീലിനുള്ള ദുർബലമായ ഡിമാൻഡ് സോയാബീൻ വിലയെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് കയറ്റുമതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം.
ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 123, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 225, കൊക്കോപ്പരിപ്പ് 690, കുരുമുളക് ഗാർബിൾ 66,500, കുരുമുളക് അൺഗാർബിൾ 64,500, ഏലക്ക 2800 മുതൽ 2850 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,850, ചുക്ക് 32,500.